ദൃഷ്ട്വാ ത്വം ഹൃഷ്ടരോമാ ത്വരിതമഭിഗതഃ സ്പ്രഷ്ടുകാമോ മുനീന്ദ്ര ശ്വാസേനാന്തർനിവിഷ്ടഃ പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഘം ഭൂയോപി ശ്വാസവാതൈർബഹിരനുപതിതോ വീക്ഷിതത്വത്കടാക്ഷൈർമോദാദാശ്ലേഷ്ടു കാമസ്ത്വയി പിഹിതതനൗ സ്വാശ്രമേ പ്രാഗ്വദാസീത് ദൃഷ്ട്വാ ത്വാം ഹൃഷ്ടരോമാ ത്വരിതമഭിഗതഃ സ്പ്രഷ്ടുകാമോ മുനീന്ദ്ര ശ്വാസേനാന്തർനിവിഷ്ടഃ പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഘം ഭൂയോപി ശ്വാസവാതൈർബഹിരനുപതിതോ ഭൂയോപി ശ്വാസവാതൈർബഹിരനുപതിതോ വീക്ഷിതത്വത്കടാക്ഷൈർമോദാദാശ്ലേഷ്ടു കാമസ്ത്വയി പിഹിതതനൗ സ്വാശ്രമേ പ്രാഗ്വദാസീത്. 97-ാം ദശകം 8-ാം ശ്ലോകമാണ് ഇപ്പൊ ചൊല്ലിയത്. 7-ാം ശ്ലോകത്തിൽ പറഞ്ഞു, ഗുരുവായൂരപ്പ, നാരായണമൂർത്തിയായ അങ്ങ് പോയപ്പോൾ വേഗം ലോകം ശക്തിയായി അതിശക്തിയായി കാറ്റടിച്ച് ഇളകുന്ന മേഘങ്ങളിൽ നിന്നും പൊഴിയുന്ന വെള്ളം കൊണ്ട് നിറഞ്ഞ് ഇളകി മറിഞ്ഞ് കര കവിയുന്നതായ 7 കടലുകളിലും ലോകം മുങ്ങിയപ്പോൾ മാർക്കണ്ഡേയ മുനി ആ ജലത്തിൽ അനേകം കോടി വർഷങ്ങൾ ലോകങ്ങൾ മുഴുവൻ ആ ജലസമൂഹത്തിൽ മുങ്ങി. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷി ആ ജലസമൂഹത്തിൽ അനേകം കോടി വർഷങ്ങൾ ചുറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് അവിടെയും ഇവിടെയും സഞ്ചരിച്ച് അവസാനം വളരെയധികം ബുദ്ധിമുട്ടി ദീനനായി എന്ന് പറയുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ആലിലയിൽ കിടക്കുന്നവനും നീല നിറത്തിലുള്ള ശരീരത്തോടു കൂടിയവനും പിന്നെ കാൽവിരലുകൾ മുഖമാകുന്ന താമരപ്പൂവിൽ വെച്ചിരിക്കുന്നവനും ആയ, പിന്നെ കാണുന്നവർക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന അതി തേജസ്വിയായ ഒരു കുട്ടിയായി, ചെറിയൊരു കുട്ടിയായിരിക്കുന്നവനും ആയ ഗുരുവായൂരപ്പ, അങ്ങയെ മാർക്കണ്ഡേയ മഹർഷി കണ്ടു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇനി 8-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ, മുനീന്ദ്ര ത്വാം ദൃഷ്ട്വാ ഹൃഷ്ടരോമാ എന്ന് പറയുന്ന ശ്ലോകത്തില് മുനീന്ദ്ര ത്വാം ദൃഷ്ട്വാ ഹൃഷ്ടരോമാ, മാർക്കണ്ഡേയൻ ഗുരുവായൂരപ്പ അങ്ങയെ കണ്ടിട്ട് രോമാഞ്ചത്തോടു കൂടിയവനായി, ശരീരം മുഴുവൻ രോമാഞ്ചം എന്നാണ്. മുനീന്ദ്ര ത്വാം ദൃഷ്ട്വാ ഹൃഷ്ടരോമ എന്ന് പറയുമ്പോൾ മാർക്കണ്ഡേയൻ ഗുരുവായൂരപ്പ ആലിലയിൽ കിടക്കുന്ന അതി തേജസ്വിയായ അങ്ങയെ കണ്ടിട്ട് രോമാഞ്ചത്തോടു കൂടിയവനായി, ശരീരം മുഴുവൻ രോമാഞ്ചം നിറഞ്ഞവനായി എന്നാണ്, രോമാഞ്ച കഞ്ചുകിതനായി എന്നൊക്കെ പറയാം. എന്നിട്ട് സ്പൃഷ്ടു കാമ,
ആ ആലിലയിൽ കിടക്കുന്ന ചെറിയ കുട്ടിയുടെ കൗതുകം കണ്ടിട്ട് മാർക്കണ്ഡേയ മുനിക്ക് കുട്ടിയെ ഒന്ന് തൊടാൻ ആഗ്രഹമുണ്ടായി എന്ന് പറയണു. സ്പൃഷ്ടു-കാമ എന്ന് പറയുമ്പോൾ ഒന്ന് തൊടാൻ ആഗ്രഹമുണ്ടായി മാർക്കണ്ഡേയ മഹർഷിക്ക് ചെറിയ കുട്ടിയെ. എന്നിട്ട് എന്ത് ചെയ്തു? ത്വരിതം അഭിഗത. ഗുരുവായൂരപ്പ, അങ്ങയെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ച് അടുത്തു വന്നു. അപ്പോൾ സ്പൃഷ്ടു-കാമ ത്വരിതം അഭിഗത എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയെ ഒന്ന് തൊടുവാൻ ആഗ്രഹിച്ച്, അതായത് ആലിലയിൽ ശയിക്കുന്നവനും നീല നിറത്തിലുള്ള ശരീരത്തോട് കൂടിയവനും മുഖമാകുന്ന താമരപ്പൂവിൽ വിരലുകൾ വെച്ചിരിക്കുന്നവനും എന്നൊക്കെ പറയാം. അതായത് വടദള ശയനം, കഞ്ചിത് ആശ്ചര്യബാലം എന്നൊക്കെ പറയണു. വദന സരസിജന്യസ്ത പാദാങ്കുലീകം എന്നൊക്കെ പറയുമ്പോൾ കാൽവിരലുകൾ മുഖമാകുന്ന താമരപ്പൂവിൽ വെച്ചിരിക്കുന്നവനും കാഴ്ചക്കാർക്ക്, കാണുന്നവർക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന അതി തേജസ്വിയായ ഒരു ചെറിയ കുട്ടിയായിരിക്കുന്നവനും ആയ അങ്ങയെ മാർക്കണ്ഡേയ മഹർഷി തൊടാൻ ആഗ്രഹിച്ചു, അങ്ങയുടെ അടുത്ത് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തുണ്ടായി? ശ്വാസേന അന്തർനിവിഷ്ട എന്നാണ്. ആ കുട്ടിയുടെ ശ്വാസവായുവിൽ കൂടി മാർക്കണ്ഡേയ മഹർഷി ഗുരുവായൂരപ്പ അങ്ങയുടെ ഉള്ളിൽ കടന്നിട്ട് എന്നാണ്. ശ്വാസേന അന്തർനിവിഷ്ട എന്ന് പറയുമ്പോൾ ശ്വാസവായുവിൽ കൂടി ഗുരുവായൂരപ്പ ആലിലയിൽ ശയിക്കുന്ന അങ്ങയുടെ ഉള്ളിൽ കടന്നിട്ട് ഇഹ പിന്നെ ഇവിടെ സകലം വിഷ്ടപൗഘം ദൃഷ്ടവാൻ എന്നാണ്. ഇഹ സകലം വിഷ്ടപൗഘം ദൃഷ്ടവാൻ എന്നാണ്. ആലിലയിൽ ശയിക്കുന്ന അങ്ങയുടെ ഉള്ളിൽ ശ്വാസവായുവിൽ കൂടി കടന്നിട്ട് പിന്നെ ഇവിടെ, അതായത് ആ വയറിൽ, ആ കുഞ്ഞി വയറിൽ സകലം വിഷ്ടപൗഘം ദൃഷ്ടവാൻ, എല്ലാ ലോക സമൂഹത്തെയും കണ്ടു എന്നാണ്. 3 ലോകങ്ങൾ, പിന്നെ 14 ലോകങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ ലോകങ്ങൾക്ക് അവസാനമില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ വക ലോകങ്ങളെല്ലാം ആ കുഞ്ഞി വയറിൽ മാർക്കണ്ഡേയ മഹർഷി കണ്ടു എന്നൊക്കെയാണ് പറയണത്. അപ്പോ സ്പൃഷ്ടു-കാമ ത്വരിതം അഭിഗത, ഗുരുവായൂരപ്പ അങ്ങയെ ഒന്ന് തൊടുവാൻ ആഗ്രഹിച്ച് അടുത്തു വന്നു. ശ്വാസേന അന്തർനിവിഷ്ട, ശ്വാസവായുവിൽ കൂടി ആലില കൃഷ്ണന്റെ ഉള്ളിൽ കടന്നിട്ട് മാർക്കണ്ഡേയ മഹർഷി ശ്വാസേന അന്തർനിവിഷ്ട, ശ്വാസവായുവിൽ കൂടി ഈ ആലില കൃഷ്ണന്റെ ഉള്ളിൽ കടന്നിട്ട് ഇഹ സകലം വിഷ്ടപൗഘം ദൃഷ്ടവാൻ, ആ വയറിൽ, അതായത് പിന്നെ ഇവിടെ എന്ന് പറയുന്നു, ആ വയറിൽ എല്ലാ ലോക സമൂഹത്തെയും കണ്ടു. അതിനുശേഷം ഭൂയ അപി ശ്വാസവാതൈഹി ബഹി അനുപതിത എന്ന് പറയുന്നു. ഭൂയ അപി ശ്വാസവാതൈഹി ബഹി അനുപതിത എന്ന് പറയുമ്പോൾ വീണ്ടും ശ്വാസവായുവിൽ കൂടി പുറത്തേക്ക് വീഴ്ത്തപ്പെട്ടവനായി എന്നാണ്. അതാണ് ഭൂയ അപി ശ്വാസവാതൈഹി ബഹി അനുപതിത എന്ന് പറയുന്നു. വീണ്ടും ശ്വാസവായുവിൽ കൂടി പുറത്തേക്ക് വീഴ്ത്തപ്പെട്ടവനായി. ത്വത്കടാക്ഷൈഹി വീക്ഷിത, അപ്പെന്താണ്? ആലില കൃഷ്ണൻ
മനോഹരമായി മാർക്കണ്ഡേയ മഹർഷിയെ കടാക്ഷിക്കുന്നു എന്നാണ്. മുനി കണ്ടു അത്. അതാണ് പറയണത്, വീക്ഷിത ത്വത് കടാക്ഷൈഹി, ഗുരുവായൂരപ്പ അങ്ങയുടെ കടാക്ഷങ്ങളാൽ കാണപ്പെട്ടവനായി. അതാണ് ത്വത് കടാക്ഷൈഹി വീക്ഷിത, ഗുരുവായൂരപ്പ അങ്ങയുടെ കടാക്ഷങ്ങളാൽ കാണപ്പെട്ടവനായി. മൂതാത് ആശ്ലേഷ്ടുകാമ, വളരെയധികം സന്തോഷത്തോടു കൂടി മഹർഷി കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ച് ഈ കുട്ടിയെ, ഈ ചെറിയ കുട്ടിയെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചു. ചെറിയ കുട്ടി തന്നെ നോക്കി കടാക്ഷിക്കുന്നു, അതിമനോഹരമായ കടാക്ഷം. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി മോദാത് ആശ്ലേഷ്ടുകാമ, വളരെയധികം സന്തോഷത്തോടു കൂടി കുട്ടിയെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ച്. അപ്പൊ എന്ത് സംഭവിച്ചു? ത്വയി പിഹിതതനോ, ഗുരുവായൂരപ്പ അങ്ങ് ശരീരം മറച്ചപ്പോൾ, അതായത് അങ്ങ് അന്തർധാനം ചെയ്തപ്പോൾ. ത്വയി പിഹിതതനൗ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങ് ശരീരം മറച്ചപ്പോൾ, അതായത് അങ്ങ് അന്തർധാനം ചെയ്തപ്പോൾ. സ്വാശ്രമേ പ്രാഗ്വത് ആസീദ്, സ്വാശ്രമേ പ്രാഗ്വത് ആസീദ്, മായ അവസാനിച്ചു. മഹർഷി തൻ്റെ ആശ്രമത്തിൽ പഴയ പോലെ ഭവിച്ചു എന്നാണ്. മായ കാണണമെന്ന് ആഗ്രഹിച്ചു, അത് കാട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞപ്പോ എന്താണ് സംഭവം? ഗുരുവായൂരപ്പ ത്വയി പിഹിതതനൗ, അങ്ങ് ശരീരം മറച്ചപ്പോൾ, അതായത് അങ്ങ് അന്തർധാനം ചെയ്തപ്പോൾ. സ്വാശ്രമേ പ്രാഗ്വത് ആസീദ്, മഹർഷി തൻ്റെ ആശ്രമത്തിൽ പഴയ പോലെ ഭവിച്ചു. അപ്പൊ ശ്വാസവേഗശക്തി കൊണ്ട് വീണ്ടും ഉള്ളിൽ നിന്ന് മൂക്കിൽ കൂടി പുറത്തേക്ക് വന്നു ആണ്. അപ്പോൾ തന്നെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനും ഭക്തവത്സലനുമായ ഗുരുവായൂരപ്പ അങ്ങയെ കണ്ട് സന്തോഷിച്ചു, കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചു എന്നൊക്കെയാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. ഒരു പ്രാവശ്യം കൂടി പറയാം. മുനീന്ദ്ര ത്വാം ദൃഷ്ട്വാ ഹൃഷ്ടരോമ, ഗുരുവായൂരപ്പ മാർക്കണ്ഡേയ മഹർഷി അങ്ങയെ കണ്ടിട്ട് രോമാഞ്ചത്തോടു കൂടിയവനായി, രോമാഞ്ച കഞ്ചുകിതനായി. സ്പൃഷ്ടുകാമ ത്വരിതം അഭിഗത, അങ്ങയെ ഒന്ന് തൊടുവാൻ ആഗ്രഹിച്ച്, അതായത് ആലില കൃഷ്ണനെ ഒന്ന് തൊടുവാൻ ആഗ്രഹിച്ച് അടുത്തു വന്നു. സ്പൃഷ്ടുകാമ ത്വരിതം അഭിഗത എന്ന് പറയുമ്പോൾ അങ്ങയെ തൊടുവാൻ ആഗ്രഹിച്ച് അടുത്തു വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? അങ്ങയുടെ ശ്വാസം വായുവിൽ കൂടി, ശ്വാസേന അന്തർനിവിഷ്ട, അങ്ങയുടെ ശ്വാസവായുവിൽ കൂടി ഗുരുവായൂരപ്പ അങ്ങയുടെ ഉള്ളിൽ കടന്നിട്ട്, ആലിലക്കണ്ണനായ ഗുരുവായൂരപ്പ അങ്ങയുടെ ഉള്ളിൽ കടന്നിട്ട്, ശ്വാസേന അന്തർനിവിഷ്ട, ശ്വാസവായുവിൽ കൂടി ഗുരുവായൂരപ്പ അങ്ങയുടെ ഉള്ളിൽ കടന്നിട്ട് ഇഹ സകലം വിഷ്ടബൗഹം ദൃഷ്ടവാൻ, ആ കുഞ്ഞി വയറില്, അതായത് പിന്നെ ഇവിടെ എല്ലാ ലോക സമൂഹത്തെയും കണ്ടു എന്നാണ്. ഇഹ സകലം വിഷ്ടബൗഹം ദൃഷ്ടവാൻ, പിന്നെ ഇവിടെ എല്ലാ ലോക സമൂഹത്തെയും കണ്ടു. അതിനുശേഷം ഭൂയ അപി ശ്വാസവാതൈഹി ബഹി അനുപതിത, ഭൂയ അപി ശ്വാസവാതൈഹി ബഹി അനുപതിത എന്ന് പറയുമ്പോൾ വീണ്ടും ശ്വാസവായുവിൽ കൂടി പുറത്തേക്ക് വീഴ്ത്തപ്പെട്ടവനായി. ത്വത് കടാക്ഷൈഹി വീക്ഷിത, ഗുരുവായൂരപ്പ അങ്ങയുടെ ആലിലക്കണ്ണനായ അങ്ങയുടെ കടാക്ഷങ്ങളാൽ കാണപ്പെട്ടവനായി, അതിമനോഹരമായി മാർക്കണ്ഡേയനെ കടാക്ഷിക്കുന്നു ആലിലക്കണ്ണൻ എന്നാണ്. അതാണ് ത്വത് കടാക്ഷൈഹി വീക്ഷിത, ഗുരുവായൂരപ്പ അങ്ങയുടെ കടാക്ഷങ്ങളാൽ കാണപ്പെട്ടവനായി. മോദാദ അശ്ലേഷ്ടുകാമ, എന്തൊരു കൗതുകം,
ഉണ്ണിയെ കാണാൻ, ആലിലക്കണ്ണനെ കാണാൻ എന്തൊരു കൗതുകം. അപ്പൊ മോദാത് ആശ്ലേഷ്ടു കാമ എന്ന് പറയുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ച് ആണ്. മോദാത് ആശ്ലേഷ്ടു കാമ, വളരെയധികം സന്തോഷത്തോടു കൂടി ആലിലക്കണ്ണനെ, ഗുരുവായൂരപ്പ അങ്ങയെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ച്. അപ്പൊ എന്ത് സംഭവിച്ചു? ത്വയി പിഹിത തനൗ, ഗുരുവായൂരപ്പ അങ്ങ് ശരീരം മറച്ചപ്പോൾ, അതായത് അങ്ങ് അന്തർധാനം ചെയ്തപ്പോൾ, ആലിലക്കണ്ണനായ അങ്ങ് അന്തർധാനം ചെയ്തപ്പോൾ, സ്വാശ്രമേ പ്രാഗ്വത് ആസീത്, മാർക്കണ്ഡേയ മഹർഷി തൻ്റെ ആശ്രമത്തിൽ പഴയ പോലെ ഭവിച്ചു. അതായത് മായ അവിടെ അവസാനിച്ചു എന്നാണ്. ശ്വാസവേഗ ശക്തി കൊണ്ട് ആ കുഞ്ഞി വയറിൽ നിന്ന് മൂക്കിൽ കൂടി പുറത്തേക്ക് വന്നു മാർക്കണ്ഡേയ മഹർഷി എന്നൊക്കെയാണ് ശ്ലോകം പറയണത്. അപ്പൊ എന്താണ് സംഭവം? തന്നെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനും ഭക്തവത്സലനുമായ ഗുരുവായൂരപ്പ അങ്ങയെ കണ്ട് സന്തോഷിച്ച് മുനി കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നു ശ്ലോകത്തില്. ഇനി കുറച്ച് ഒന്ന് രണ്ട് ദശകങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു ഒരു സ്തുതി നമ്മൾ പാടി. അതിവിടെ ഒന്നുകൂടി സ്മരിക്കാം. കണ്ണന്റെ പാദത്തിലണിഞ്ഞിടുന്ന പൊന്നിൻ ചിലമ്പായി കീലുങ്ങിടേണം, തൃപ്പാദപത്മം മുറുകെ പിടിച്ചു സർവം മറക്കാനൊരു മോഹമുള്ളിൽ, കണ്ണൻ നരക്കെട്ടിലെ മഞ്ഞ വസ്ത്രമാകാൻ കൊതിച്ചോരു മദീയ ചിത്തം മോഹിച്ചുപോയി ചുറ്റി വരിഞ്ഞിടേണം, കണ്ണൻ നരക്കെട്ടിനെ എന്നുമെന്നും, കണ്ണൻ നരക്കെട്ടിനെ എന്നുമെന്നും, കണ്ണൻ നരക്കെട്ടിലെ മഞ്ഞ വസ്ത്രമാക്കാൻ കൊതിച്ചോരു മദീയ ചിത്തം മോഹിച്ചുപോയി ചുറ്റി വരിഞ്ഞിടേണം, കണ്ണൻ നരക്കെട്ടിനെ എന്നുമെന്നും, കണ്ണൻ നരക്കെട്ടിനെ എന്നുമെന്നും. കണ്ണന്റെ മാർത്തട്ടിൽ മയങ്ങിടുന്ന സൗരഭ്യമേറും വനമാലയാവാൻ മോഹിച്ചുപോയി മാമകതപ്തചിത്തം സർവം മറന്നൊന്നു മയങ്ങിടേണം, തൃച്ചുണ്ടിലെ ചുംബനജാലമെല്ലാം കവർന്നെടുത്തിട്ടു ലയിച്ചു പാടും, പൊൻവേണുവാകാനുമെനിക്കു മോഹം ലയിച്ചു പാടാനും എനിക്കു മോഹം, ലയിച്ചു പാടാനും എനിക്കു മോഹം. കണ്ണൻ
കുളിർനെറ്റിയിൽ മിന്നിടുന്ന ചേലാർന്ന ഗോപിക്കുറിയായിടേണം രാധാഭിധാം ഗോപികയായിടാനും മദീയ ചിത്തത്തിനപാരമോഹം. കണ്ണന്റെ കാർക്കൂന്തലിൽ കൺമിഴിച്ചങ്ങാടിക്കളിക്കുന്നൊരു പീലിയാവാൻ വല്ലാതെ മോഹിച്ച മദീയ ചിത്തം സൗന്ദര്യസാരത്തിൽ അലിഞ്ഞു പോയി.